Hello dears, today let's discuss the character sketches of Nomita, Ajith and Nomitha's mother. Matchboxile important characters ആണ് Nomita, Ajith and Nomitha's mother. സാധാരണ എക്സാമിന് ഏതെങ്കിലും ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ഒരു ക്യാരക്ടർ സ്കെച്ച്, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ക്യാരക്ടർ സ്കെച്ചും എഴുതാൻ ചോദിക്കാം. ഫസ്റ്റ്, ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് നോമിത. ആരെക്കുറിച്ചാണോ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ ചോദിക്കുന്നത്, ജസ്റ്റ് നിങ്ങൾക്ക് അയാളുടെ പേര് ടൈറ്റിലായിട്ട് എഴുതാം. ഏത് ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഇതെന്ന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വാല്യൂ ചെയ്യുന്ന ടീച്ചറിനെ അത് സഹായിക്കുകയും നിങ്ങൾക്ക് മാക്സിമം അതിൻ്റെ മാർക്ക് കിട്ടുന്നതിനും നിങ്ങൾ ടൈറ്റിൽ എഴുതുന്നത് സഹായിക്കും. റൈറ്റ് ദ നെയിം ഓഫ് ദ പേഴ്സൺ ആസ് ദ ടൈറ്റിൽ ആൻഡ് അണ്ടർലൈൻ ഇറ്റ്. മറ്റൊരു പ്രത്യേകത നിങ്ങൾ ഈ ആൻസർ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ ഐഡിയാസ് ജസ്റ്റ് അണ്ടർലൈൻ വെൻ യു റൈറ്റ് ദ ആൻസർ. അതിനുവേണ്ടി ലാസ്റ്റ് ടൈം മാറ്റിവെക്കാതെ എഴുതുമ്പോൾ തന്നെ നിങ്ങൾ മെയിൻ പോയിൻറ്റ്സ് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോകുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം. ലെറ്റ്സ് ബിഗിൻ ദ ആൻസർ. നോമിത. നോമിത ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി മാച്ച്ബോക്സ് ബൈ ആശാപൂർണ ഡെബി. ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ ആ ക്യാരക്ടർ ഏത് ലെസണിലെയാണ്, ആ ലെസൺ എഴുതിയ ആൾ ആരാണ് എന്ന് സൂചിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. സോ ഫസ്റ്റ് സെൻറ്റൻസ് ഓക്കെ ആണല്ലോ. നോമിത ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി മാച്ച്ബോക്സ് ബൈ ആശാപൂർണ ഡെബി. She stands as a spirited character ready to fight against male supremacy and inequality. She stands as a spirited character. നല്ല സ്പിരിറ്റുള്ള ഒരു ക്യാരക്ടറായിട്ട് നോമിത നിലനിൽക്കുന്നു. ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് മെയിൽ സൂപ്രമസി. മെയിൽ സൂപ്രമസി എന്ന് പറഞ്ഞാൽ പുരുഷ മേധാവിത്വം. അതുപോലെ ഇൻഇക്വാലിറ്റി. ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഈക്വൽ അല്ലാത്ത അവസ്ഥ. A fire starts raging inside her when she discovers that her husband has once again opened a letter addressed to her and spoiled it without even telling her about it. A fire starts raging inside her. ഒരു തീ അവളുടെ ഉള്ളിൽ ആളിക്കത്തുന്നത് പോലെ തോന്നി. When she discovers that her husband has once again opened a letter addressed to her. അവളുടെ പേരിൽ വന്ന ഒരു ലെറ്റർ ഹസ്ബൻഡ് വീണ്ടും ഓപ്പൺ ചെയ്തു എന്നറിഞ്ഞപ്പോൾ. ആൻഡ് സ്പോയിൽഡ് ഇറ്റ് വിത്തൗട്ട് ഈവൻ ടെല്ലിങ് ഹെർ അബൌട്ട് ഇറ്റ്. അവളോട് പറയാതെ അതിനെ സ്പോയിൽ ചെയ്തു, നശിപ്പിക്കുകയും ചെയ്തു. ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് ആൻ ഇൻഡിജൻറ്റ് വിഡോ. ഇൻഡിജൻറ്റ് മീൻസ് വെരി പുവർ. വളരെ പാവപ്പെട്ട ഒരു വിധവയുടെ മകളാണ് നോമിത. ഷീ ഡിസ്ലൈക്സ് ഹർ മദേഴ്സ് കോൺസ്റ്റൻറ്റ് ബെഗിങ് ഫോർ മണി ഫ്രം ഹർ ഫാമിലി. തൻ്റെ ഫാമിലിയിൽ നിന്നും കോൺസ്റ്റൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ കാശ് ചോദിക്കുന്നത് നോമിത ഇഷ്ടപ്പെട്ടില്ല. ഷീ അപ്പിയേഴ്സ് പ്രൗഡ് ആൻഡ് വാണ്ട്സ് ടു ബി സെൽഫ് റിലയൻറ്റ്. അവളൊരു പ്രൗഡായിട്ടുള്ള, അഭിമാനമുള്ള, ആൻഡ് വാണ്ട്സ് ടു ബി സെൽഫ് റിലയൻറ്റ്, സ്വയം പര്യാപ്തതയുള്ള ഒരു സ്ത്രീയായിട്ട് നിൽക്കാനാണ് നോമിത ഇഷ്ടപ്പെട്ടത്. ഷീ ഈസ് കറേജിയസ് ആൻഡ് ഡെയറിങ് ആൻഡ് കോൾസ് ഹർ ഹസ്ബൻഡ് എ വൾഗർ മാൻ. അവളൊരു ധൈര്യശാലിയാണ്, കറേജിയസ് ആണ്, ഡെയറിങ്, നല്ല ധൈര്യമുള്ള ആളാണ്. ആൻഡ് കോൾസ് ഹർ ഹസ്ബൻഡ് എ വൾഗർ മാൻ. ഹസ്ബൻഡിനെ ഒരു വൾഗർ മാൻ എന്ന് പോലും വിളിക്കാൻ ധൈര്യം കാണിക്കുന്നു. ഷീ ഈവൻ ഡിസൈഡ്സ് ടു ഷോ ഹിം ദ പൊട്ടൻഷ്യൽ ഓഫ് വിമൻ ബൈ ലൈറ്റിംഗ് ദ ആഞ്ചൽ ഓഫ് ഹർ സാരി വിത്ത് എ മാച്ച് സ്റ്റിക്ക്. തീപ്പെട്ടി കോലുകൊണ്ട് തൻ്റെ സാരിയുടെ തുമ്പ്, ആഞ്ചൽ ഓഫ് ഹർ സാരി, അവൾ കത്തിക്കുന്നു. അങ്ങനെ ഒരു സ്ത്രീയുടെ കഴിവ് തെളിയിക്കാൻ അവൾ ആഗ്രഹിക്കുന്നു. But she leaves all her anger, goes back to normal life and pretends to be happy by smiling in front of her sisters-in-law. നോമിതയുടെ മറ്റൊരു ക്വാളിറ്റിയാണ് ഇവിടെ പറയുന്നത്. She leaves all her anger and goes back to normal life. എല്ലാ ദേഷ്യവും, അജിത്തിനോടുള്ള ദേഷ്യം എല്ലാം കളഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഒരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു. ആൻഡ് പ്രിറ്റൻസ് ടു ബി ഹാപ്പി ബൈ സ്മൈലിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ഹർ സിസ്റ്റേഴ്സ് ഇൻ ലോ. സിസ്റ്റർ ഇൻ ലോ മീൻസ് നാത്തൂൻ. സിസ്റ്റേഴ്സ് ഇൻ ലോ മീൻസ് നാത്തൂന്മാരുടെ ഫ്രണ്ടിൽ ചിരിച്ച് അങ്ങനെ ഹാപ്പി ആയിട്ട് അവൾ പ്രിറ്റൻഡ് ചെയ്യുന്നു, അഭിനയിക്കുന്നു. സിസ്റ്റർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ സഹോദരി. Keeping privacy of emotions and feelings is indeed a good quality in Nomita.
നോമിതയുടെ മറ്റൊരു നല്ല ക്വാളിറ്റിയാണ് ഇവിടെ പറയുന്നത്, കീപ്പിംഗ് പ്രൈവസി ഫോർ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ്. സ്വന്തം ഇമോഷൻസിനെയും വികാരങ്ങളെല്ലാം പ്രൈവസി ആയിട്ട് സൂക്ഷിക്കാൻ നോമിതയ്ക്ക് നല്ലൊരു കഴിവുണ്ട്. അത് മറ്റുള്ളവരുടെ മുമ്പിൽ അവരറിയുന്നതിനോ അങ്ങനെ പറഞ്ഞു നടക്കുന്നതിനോ നോമിത ഇഷ്ടപ്പെടുന്നില്ല. ഷീ ഹാസ് ദ മെറ്റീരിയൽസ് വിത്തിൻ ഹെർ ടു സെറ്റ് ഓഫ് ഫയർ അഗെയിൻസ്റ്റ് ഇൻജസ്റ്റിസ്, ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഇൻഇക്വാലിറ്റി. ഇൻഇക്വാലിറ്റി അസമത്വത്തിനും ഡിസ്ക്രിമിനേഷൻ വിവേചനത്തിനും ഇൻജസ്റ്റിസ് നീതിയില്ലായ്മയ്ക്കും എതിരായിട്ട് സെറ്റ് ഓഫ് എ ഫയർ ഒരു തീ കത്തിക്കുന്നതിനുള്ള ആ മെറ്റീരിയൽസ് നോമിതയുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ബട്ട് her poor family background makes her suffer everything in silence. പക്ഷേ അവളുടെ ആ ഒരു പുവർ ആയിട്ടുള്ള ആ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എല്ലാം സൈലൻ്റ് ആയിട്ട് സഫർ ചെയ്യുന്നതിന് അവളെ അങ്ങനെ ആക്കി തീർക്കുന്നു. ദോ ഷീ ഈസ് എ ഡോട്ടർ ഓഫ് എ പുവർ ഡങ് പിക്കർ, ഷീ ഈസ് എ വുമൺ വിത്ത് ഡിഗ്നിറ്റി. ഡങ് പിക്കർ മീൻസ് ചാണകം വാരുന്നയാളെന്നാണ്. ദോ ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് എ പുവർ ഡങ് പിക്കർ, ഒരു പാവപ്പെട്ട ചാണകം വാരുന്ന സ്ത്രീയുടെ മകളാണെങ്കിലും, അങ്ങനെ അജിത്ത് നോമിതയെ ഈ സ്റ്റോറിയിൽ വിളിക്കുന്നുണ്ട്, എങ്കിലും ഷീ ഈസ് എ വുമൺ വിത്ത് ഡിഗ്നിറ്റി, വളരെ മഹാത്മ്യമുള്ള ഒരു സ്ത്രീയാണ് നോമിത. ഹെർ ഫൈറ്റ്സ് ആർ നോട്ട് പേഴ്സണൽ, ഷീ ഫൈറ്റ്സ് എഗെയിൻസ്റ്റ് ദ ക്രൂവൽ വേൾഡ് ഓഫ് മെൻ. അവളുടെ ആ ഒരു ഫൈറ്റൊന്നും പേഴ്സണലായിട്ടുള്ളതല്ല, ഷീ ഫൈറ്റ്സ് എഗെയിൻസ്റ്റ് ദ ക്രൂവൽ വേൾഡ് ഓഫ് മെൻ. മനുഷ്യൻ്റെ പുരുഷന്മാരുടെ ആ ഒരു ക്രൂവലായിട്ടുള്ള അതിന് എതിരായിട്ടാണ് നോമിത നിലനിൽക്കുന്നത്. ദോ ഷീ ഈസ് കമ്പയർഡ് ടു എ മാച്ച് ബോക്സ്, ഷീ വോണ്ട് ബേൺ എനിബഡി. നമുക്ക് നോമിതയെ ഒരു മാച്ച് ബോക്സുമായിട്ട് കമ്പയർ ചെയ്യാമെങ്കിലും അവൾ ആരെയും കത്തിക്കാനും അപമാനപ്പെടുത്താനും ശ്രമിക്കുന്നില്ല. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്യാരക്ടർ, അജിത്ത്. Ajith is one of the important characters in the story Matchbox by Ashapurna Debi. ആശാപൂർണ ഡെബിയുടെ മാച്ച് ബോക്സ് എന്ന സ്റ്റോറിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് അജിത്ത്. ഹീ ഈസ് ദ ഹസ്ബൻഡ് ഓഫ് നോമിത. He belongs to a rich family and married to Nomita only because of her beauty. ഒരു റിച്ച് ഫാമിലിയിലുള്ള ആളാണ് അജിത്ത്. പിന്നെ നോമിതയെ വിവാഹം ചെയ്തത് only because of her beauty, അവളുടെ സൗന്ദര്യം കൊണ്ട് മാത്രമാണ്. He treats her as a maid and insults her by calling her dung picker's daughter. He treats her as a maid. Maid means servant. ഒരു സെർവൻറ്റിനെ പോലെയാണ് കണക്കാക്കുന്നത്. And insults her by calling her dung picker's daughter. പല സമയം അവളെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. By calling her a dung picker's daughter. ചാണകം വാരുന്ന ഒരാളിൻ്റെ മകളാണ് എന്ന് പറഞ്ഞു. He always ridicules Nomita for her poor family background. പലപ്പോഴും ആ പുവർ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് അവളെ റിഡിക്യൂൾ മീൻസ് പരിഹസിക്കാറുണ്ട്. ഹി ഹാഡ് എ ബാഡ് ഹാബിറ്റ് ഓഫ് റീഡിങ് ദോസ് ലെറ്റേഴ്സ് അഡ്രസ്ഡ് ടു നോമിത വിത്തൗട്ട് ഹെർ പെർമിഷൻ. നോമിതയുടെ പെർമിഷൻ ഇല്ലാതെ നോമിതയ്ക്ക് വരുന്ന ലെറ്റേഴ്സ് വായിക്കുന്ന ഒരു ബാഡ് ഹാബിറ്റ് അജിത്തിനുണ്ടായിരുന്നു. ഹി കൺസിഡേഴ്സ് വിമൻ ആസ് മീക്ക് ആൻഡ് നോട്ട് കോൺഫിഡൻറ്റ്. അജിത്ത് സ്ത്രീകളെ വളരെ ബലഹീനരായിട്ടാണ് കണ്ടത്. അതുപോലെ നോൺ കോൺഫിഡൻറ്റ്, വളരെ കോൺഫിഡൻ്റ് ഒന്നും ഇല്ലാത്തവരായിട്ടാണ് കണക്കാക്കിയിരുന്നത്. നോമിത വാണ്ട്സ് ഹിം നോട്ട് ടു റീഡ് ഹെർ ലെറ്റേഴ്സ്. പലപ്പോഴും നോമിത അജിത്തിനെ വാൺ ചെയ്തിട്ടുണ്ട്, തനിക്ക് വരുന്ന കത്തുകളൊന്നും എടുത്ത് വായിക്കരുത്. ബട്ട് ഹി ഡസ് സോ. എന്നാലും അവൻ അങ്ങനെ തന്നെ ചെയ്തിരുന്നു. He not only reads the letter but also teases Nomita and her mother. For that, Ajith represents a typical Indian husband who mistreats his wife and gives her no value in the family. He not only reads the letter but also teases Nomita and her mother. അജിത്ത് ആ ലെറ്റേഴ്സ് വായിക്കുന്നത് മാത്രമല്ല നോമിതയെയും നോമിതയുടെ അമ്മയെയും ടീസ് ചെയ്യുക, പരിഹസിക്കാറുണ്ടായിരുന്നു, കളിയാക്കാറുണ്ടായിരുന്നു. ഫോർ ദാറ്റ് അജിത്ത് റിപ്രസെൻറ്റ്സ് എ ടിപ്പിക്കൽ ഇന്ത്യൻ ഹസ്ബൻഡ്. ഈ കാരണത്താൽ അജിത്തിനെ നമുക്കൊരു ടിപ്പിക്കൽ ഇന്ത്യൻ ഹസ്ബൻഡായിട്ട് പറയാം. ഹു മിസ്ട്രീറ്റ്സ് ഹിസ് വൈഫ്, ഭാര്യയെ മിസ്ട്രീറ്റ് ചെയ്യുന്ന ഒരു ഹസ്ബൻഡ്. ആൻഡ് ഗീവ്സ് എ നോ വാല്യൂ ഇൻ ദ ഫാമിലി. അതുപോലെ സ്ത്രീക്ക് കുടുംബത്തിൽ സ്ഥാനം നൽകാത്ത ഒരു ഇന്ത്യൻ ടിപ്പിക്കൽ ഹസ്ബൻഡായിട്ട് നമുക്ക് അജിത്തിനെ ഇവിടെ കാണാം. ഹി കൺസിഡേഴ്സ് വിമൻ ആസ് എ പപ്പറ്റ് and believes that they can do nothing.
സ്ത്രീകളെ ഒരു പപ്പറ്റ്സ് ആയിട്ടാണ് അജിത്ത് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ അയാൾ വിശ്വസിച്ചിരുന്നു ദേ ക്യാൻ ഡു നത്തിങ്, അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. Whenever Nomita questions him about the letter from her mother, he tries to laugh it away. എപ്പോഴൊക്കെയാണോ നോമിത ലെറ്ററിനെ കുറിച്ച് ചോദിക്കുന്നത് അപ്പോഴൊക്കെ അജിത്ത് അവളെ ഒന്ന് കളിയാക്കി കളയാറുണ്ട്. ലാഫ് ഇറ്റ് മീൻസ് കളിയാക്കുക. അജിത്ത് യൂസസ് ഹാർഷ് വേർഡ്സ് എഗെയിൻസ്റ്റ് നോമിത ആൻഡ് ഓൾവേസ് ട്രൈസ് ടു ഡോമിനേറ്റ് ഓവർ ഹർ. പലപ്പോഴും അജിത്ത് നോമിതയ്ക്കെതിരെ ഹാർഷ് വേർഡ്സ്, പരുഷമായ വാക്കുകൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു. ആൻഡ് ഓൾവേസ് ട്രൈസ് ടു ഡോമിനേറ്റ് ഓവർ ഹർ. അവളുടെ മുമ്പിൽ പുരുഷ മേധാവിത്വം, ആ ഒരു ഡോമിനേഷൻ അയാൾ കാണിക്കാറുണ്ടായിരുന്നു. ഹി ഡസൻറ്റ് എക്സ്പെക്ട് നോമിത ടു സെറ്റ് ഫയർ ടു ദ ആഞ്ചൽ ഓഫ് ഹർ സാരി. ഒരിക്കലും തൻ്റെ സാരിത്തുമ്പ് കത്തിക്കില്ല എന്ന് അജിത്ത് വിചാരിച്ചിരുന്നു. ഹി ബിക്കംസ് നെർവസ് ആൻഡ് പുട്ട് ഔട്ട് ദ ഫയർ. അയാൾ പെട്ടെന്ന് നെർവസ് ആകുന്നു. ദെൻ പുട്ട് ഔട്ട് ദ ഫയർ. പുട്ട് ഔട്ട് ദ ഫയർ മീൻസ് തീ അണയ്ക്കുക, തീ അണയ്ക്കുന്നു. He doesn't give value for the feelings and emotions of women. സ്ത്രീകളുടെ ആ ഒരു ഫീലിങ്സിനും ഇമോഷൻസിനും ഒന്നും ഒരു വില കൽപ്പിക്കുന്നില്ല. Everybody other than Nomita thinks that Ajith is loving and kind-hearted. എല്ലാവരും എക്സെപ്റ്റ് നോമിത, നോമിത ഒഴിച്ച് ബാക്കി എല്ലാവരും വിചാരിക്കുന്നത് അജിത്ത് ഒരു ലവിങ് ആയിട്ടുള്ള കൈൻഡ് ഹാർട്ടഡ്, വളരെ ദയാലുവായ ഹസ്ബൻഡ് എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. നെക്സ്റ്റ്, character sketch of Nomitha's mother. Nomitha's mother is an invisible character in the story Matchbox by Ashapurna Debi. ആഷാപൂർണ ഡെബിയുടെ മാച്ച് ബോക്സ് എന്ന സ്റ്റോറിയിലെ ഒരു ഇൻവിസിബിൾ ക്യാരക്ടറാണ് നോമിതാസ് മദർ. ഇൻവിസിബിൾ ക്യാരക്ടർ എന്ന് പറയുന്നതിന് കാരണം അതിൽ പ്രത്യക്ഷത്തിൽ നോമിതയുടെ മദർ ഈ സ്റ്റോറിയിൽ വരുന്നില്ല. ഷി ഹാസ് നോ പിവറ്റൽ റോൾ ഇൻ ദ സ്റ്റോറി, but she is the reason for all the arguments and quarrels that took place in between Nomita and Ajith. She has no pivotal role in this story. Pivotal means important role. ഈ സ്റ്റോറിയിൽ നോമിതയുടെ അമ്മയ്ക്ക് ഇമ്പോർട്ടൻറ്റ് റോൾ ഇല്ല എങ്കിലും but she is the reason for all the arguments and quarrels that took place in between Nomita and Ajith. നോമിതയും അജിത്തും തമ്മിലുള്ള എല്ലാ വഴക്കുകൾക്കും ആർഗ്യുമെൻറ്റ്സ്, അവരുടെ ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു ക്വസ്റ്റ്യനിങ്ങിനെല്ലാം കാരണം നോമിതയുടെ മദറാണ്. ഷീ ഈസ് എ പുവർ വുമൺ. ഷി മാരീഡ് ഹെർ ഡോട്ടർ നോമിത ടു ദ റിച്ച് മാൻ അജിത്ത്. അറിയാലോ, നോമിത ഒരു പാവപ്പെട്ട സ്ത്രീയാണ്. നോമിതയെ ഒരു റിച്ച് മാനായ അജിത്തിന് വിവാഹം ചെയ്തു കൊടുത്തു. ഷീ കോൺസ്റ്റൻ്റ്ലി ബെഗ്സ് ഫോർ മണി ഫ്രം ഹർ ഡോട്ടർ ത്രൂ ലെറ്റേഴ്സ്. കോൺസ്റ്റൻ്റ്ലി മീൻസ് സ്ഥിരമായിട്ട് ബെഗ് ചെയ്യുക, യാചിക്കാറുണ്ടായിരുന്നു തൻ്റെ മകളോട്. കത്തുകളിലൂടെ പണം ആവശ്യപ്പെടാറുണ്ടായിരുന്നു. ഷീ ബിലീവ്സ് ദാറ്റ് ഹർ കൈൻഡ് ഹാർട്ടഡ് സൺ ഇൻ ലോ ക്യാൻ ഹെൽപ്പ് ഹർ. സൺ ഇൻ ലോ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മരുമകൻ. ആ കൈൻഡ് ഹാർട്ടഡ്, ദയാലുവായ സണ്ണിലോ തന്നെ സഹായിക്കുമെന്ന് അവൾ വിശ്വസിച്ചു. ബട്ട് നോമിത ഗെറ്റ്സ് ഡിസ്റ്റർബ്ഡ് വൈൽ സീയിങ് ഹർ മദേഴ്സ് ലെറ്റർ ബെഗിങ് ഫോർ മണി. അമ്മയുടെ ഇങ്ങനെ ആ ബെഗ് ചെയ്തുള്ള ആ ലെറ്റേഴ്സ് കാണുമ്പോൾ നോമിത ഡിസ്റ്റർബ്ഡായി. ഷീ ഈസ് ആൻ ഇല്ലിറ്ററേറ്റ് ആൻഡ് ഹംബിൾ വുമൺ. അവളൊരു പാവപ്പെട്ട ഇല്ലിറ്ററേറ്റ്, അക്ഷരാഭ്യാസമില്ലാത്ത ഒരു ഹംബിൾ, വിനയമുള്ളൊരു സ്ത്രീയായിരുന്നു. She seeks money from her daughter in order to repair her palm-thatched roof. ആ ഓലമേഞ്ഞ വീടിൻ്റെ മേൽക്കൂര റിപ്പയർ ചെയ്യുന്നതിനാണ് അവൾ പണം ആവശ്യപ്പെട്ടിരുന്നത്. She believes that her daughter is living like a queen in Ajith's house. അജിത്തിൻ്റെ വീട്ടിലൊരു രാജ്ഞിയെപ്പോലെയാണ് തൻ്റെ മകൾ കഴിയുന്നതെന്ന് അവൾ വിചാരിച്ചു. She knows that Nomita will definitely help her. നോമിത തീർച്ചയായും അവളെ സഹായിക്കുമെന്ന് അവൾക്കറിയാം. ബട്ട് നോമിത ഫീൽസ് ആംഗ്രി ഫോർ ദിസ്. പക്ഷേ നോമിതയ്ക്ക് ഇത് കാണുമ്പോൾ ദേഷ്യമാണ്. ഷീ തിങ്സ് ദാറ്റ് ഹർ മദർ ഈസ് ഹ്യൂമിലിയേറ്റിംഗ് ഹർ ത്രൂ ദ ലെറ്റേഴ്സ്. ഈ ലെറ്റേഴ്സിലൂടെ തന്നെ കളിയാക്കുകയാണ്, ഹ്യൂമിലിയേറ്റ് ചെയ്യുക, തരം താഴ്ത്തുകയാണ് അമ്മ ചെയ്യുന്നതെന്ന് നോമിത വിചാരിച്ചു. ദ പുവർ വിഡോ ഡസൻറ്റ് നോ ദ മൈൻഡ് സെറ്റ് ഓഫ് ഹർ ഡോട്ടർ. മകളുടെ ആ ഒരു മാനസികാവസ്ഥ അമ്മ അറിഞ്ഞില്ല. ഷീ കോൺസ്റ്റൻ്റ്ലി സീക്സ് ഫോർ മണി വിത്തൗട്ട് നോയിങ് ദിസ്. ഇതറിയാതെ കോൺസ്റ്റൻ്റ്ലി, സ്ഥിരമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. എനിവേ
She was able to provide a better living condition to her daughter in Ajith's house by marrying her to him. അജിത്തിന് നോമിതയെ വിവാഹം കഴിച്ചു കൊടുത്തതിലൂടെ അവൾക്ക് ബെറ്ററായ ഒരു ലിവിങ് കണ്ടീഷൻ ആ അമ്മ നൽകുന്നു. The character sketches are prepared by പാവനായസം, ഗവൺമെൻറ് HSS ബാലരാമപുരം. 3 ക്യാരക്ടർ സ്കെച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി ഇതിൽ കൂടുതൽ പോയിൻറ്റ്സ് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ നിന്നും ആഡ് ചെയ്ത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി പഠിക്കുക. നന്നായിട്ട് ആൻസേഴ്സ് എഴുതുക. ഓക്കെ, ബൈ.